ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് സെക്ഷൻ്റെ ബാക്കി പാർട്ടാണ്, അതായത് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു റൂം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ റൂമിലേക്കാണ് ഈ മേക്കപ്പ് ഐറ്റംസ് മുഴുവൻ മാറ്റുന്നത്. ഇത് വേറൊരു റൂമിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് ഡാൻസിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ടേബിളിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ടേബിളൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ടേബിൾ വൃത്തിയാക്കി എടുക്കലാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ സംഭവങ്ങളും വലിപ്പും സാധനങ്ങളൊക്കെ നമ്മൾ പുതിയ പെയിൻ്റ് അടിച്ച റൂമിലേക്ക് കൊണ്ടുപോകും. ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചൺ വൃത്തിയാക്കി, ഫ്രിഡ്ജ് വൃത്തിയാക്കി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് റൂമുകളും പിന്നെ ബാത്റൂം അടിച്ചെടുക്കണം, മുറ്റം അത്രയൊക്കെയാണ് മൊത്തം വൃത്തിയാക്കാനുള്ളത്. നമുക്ക് ബെഡ്ഷീറ്റ് മാറണം, പിന്നെ റൂമിൽ മൊത്തം ഷെൽഫ് ഒതുക്കണം. ഷെൽഫ് ഒതുക്കാനായിട്ട് കുറച്ച് തുണികൾ അവിടെ ഇങ്ങനെ മടക്കാനിട്ടിട്ടുണ്ട്. കുറച്ചധികം തുണികളുണ്ട്, ഏകദേശം ഒരാഴ്ചയായി തുണികൾ കഴുകിയിടൽ മാത്രമേ ഉള്ളൂ, മടക്കി വയ്ക്കലില്ല. തുണികൾ നല്ല അടുക്കും ചിട്ടലും മടക്കി വെച്ചാൽ മാത്രമേ അന്വേഷിക്കുമ്പോൾ നമുക്കും കിട്ടുള്ളൂ, വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കണ്ടോട്ട് മുഴുവൻ തുണികളായിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ തുണികൾ മടക്കാം. തുണികൾ മടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു നല്ല ഭംഗിയിലിരിക്കുന്ന കാണാനായിട്ട് ഇഷ്ടമാണല്ലേ നമ്മുടെ അലമാരി. അപ്പോൾ അത് തുണികൾ മടക്കുന്നത് നല്ല ഭംഗിയിലായാൽ മാത്രമാണ്. പണ്ട് ഞാൻ തുണികൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ കണ്ടോളം കാണിച്ച് മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ വന്ന് പറയായിരുന്നു, നിങ്ങൾ ചെയ്യാറുണ്ട് ഈ പരിപാടി? നടു മടക്കാറാകുമ്പോഴത്തെ മക്കളും മടങ്ങി. അപ്പോൾ തുണികൾ നല്ല ഭംഗിയിൽ മടക്കാണ്ടാവുമ്പോൾ അമ്മ വീണ്ടും എടുത്ത് ആ തുണികൾ വീണ്ടും മടക്കിപ്പിക്കും. അപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തുണികൾ ഓരോ സൈഡിലേക്ക്, ഇതിപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സല്ല, ഞാൻ എങ്ങടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. അപ്പം അത് മടക്കി ഇങ്ങനെ ഓരോ സൈഡിലും സെപ്പറേറ്റ് ആക്കി വെക്കും. കഴുകിയിടുമ്പോൾ ഉള്ളിലത്തെ വശം പുറത്തേക്കായിട്ട് ഇടും, നരയ്ക്കാണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് മടക്കി വയ്ക്കുമ്പോൾ നല്ല വശം പുറത്തേക്കാക്കിയിട്ടിടും. ഭാഗ്യൻ്റെ എസ്പെഷ്യലി, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഇട്ട് പോകും. അപ്പം ഞാൻ മൊത്തം മടക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ ഈ തുണികളൊക്കെ നമ്മളെല്ലാം കൂടി മടക്കി ഒരു സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ആ മടക്കി വെച്ച തുണികൾ ഓരോരോ പാർട്ടുകളായിട്ട് അലമാരിയിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ തുണികളെല്ലാം എന്നും ഞാൻ പറയുന്ന പോലെ തന്നെ എന്താ പറയുക, അവരുടേതായ സ്ഥാനങ്ങളിൽ വെക്കുകയാണെങ്കിൽ വലിച്ചിടൽ വളരെയധികം കുറയും. പിന്നെ ഞാൻ 3-4 ദിവസം കൂടുമ്പോഴാണ് തുണി മടക്കാടുക്കാറുള്ളൂ. അലക്കലെന്നും അലക്കിയിടും. മടക്കാടുക്കാൻ എനിക്ക് ഇത്തിരി മടിയുള്ള പരിപാടിയാണ്. മടിയല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേറെ ജോലി ഉണ്ടെങ്കിൽ ഈ പണിയങ്ങ് ഒഴിവാക്കി വിടും. അതാണ് പതിവുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ മടക്കി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ വർത്താനം പറഞ്ഞ് കൊല്ലും. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ മാറ്റുകയാണ്. ബെഡ്ഷീറ്റ് നമ്മൾ ഇപ്പോൾ ശ്രീകുട്ടനൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്നും മാറ്റേണ്ടി വരുമല്ലോ. അപ്പോൾ ആ പരിപാടിയൊന്നും ഇല്ല, അത് ഒത്തിരി കുറവാണ്. ഒരാഴ്ച കൂടുമ്പോൾ ഒരിക്കലും മാറ്റുള്ളൂ കേട്ടോ, സത്യം പറയാലോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് അഴുക്കാകുമ്പോഴാണ് അത് മാറ്റി കളയാറുള്ളത്. പിന്നെ അഴുക്കെന്ന് പറയാനായിട്ട് ശ്രീകുട്ടൻ അങ്ങനെ കുത്തി മറയുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് ഒരു കമ്പിളിയാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കമ്പിളിയാണ്. അത് നമ്മുടെ ശകുന്തള സിൽക്സിൽ നിന്ന് 299 രൂപയ്ക്ക് മേടിച്ചതാണ്. 299 രൂപയ്ക്ക് മേടിച്ചതാണ്. നല്ല സുഖമാണ് കേട്ടോ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് പുതയ്ക്കാനും നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിൻ ചെയ്യും, എല്ലാ ബെഡ്ഷീറ്റും ബെഡിനോട് ചേർത്ത് പിൻ ചെയ്യും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്ലിപ്പായി പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരി എന്ന് പറയുന്നത്. അപ്പോൾ അലമാരിയിലേക്ക് എല്ലാ തുണികളൊക്കെ എടുത്ത് വെച്ചു.
പലമാരിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ടേബിളില്ലേ, നമ്മുടെ ഡൈനിങ് ടേബിളും ഇരിക്കുന്നുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു ആദ്യം ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരു പഴയ നമ്മുടെ കടയിൽ കിടക്കുന്നുണ്ടായിരുന്ന പഴയ ടേബിളാണ്. അപ്പോൾ അത് ഏട്ടൻ കൊണ്ടിട്ട് തന്നതാണ്. അപ്പം ഞാൻ പഴയ ടേബിളല്ല, അപ്പോൾ നമുക്കിതിനെ വീണ്ടും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പരിപാടി ഇതുമ്മ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല കിടക്കാഴ്ചയായിട്ടോ. അടിയിലൊട്ടിക്കാൻ കാണുന്ന വശത്ത് ഒട്ടിക്കാൻ ഉണ്ടായില്ല. അത് കാരണം അടിഭാഗം കുറച്ച് വൃത്തികേടായിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിലും മുകളിൽ നല്ല ഭംഗിയിലായി. ആരും പറയില്ല തുരുമ്പ് പിടിച്ച ടേബിളാണെന്നൊന്നും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിക്കാം. അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ഈ PVC വാൾപേപ്പർ ഒട്ടിക്കാം എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. തന്നെ നെയിൽ പോളിഷാണ്. നെയിൽ പോളിഷ് ഇതിൽ എല്ലാം ഒന്നും വർക്കിംഗ് കണ്ടീഷനല്ല കേട്ടോ. ഇന്നലെ ഞാനതങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലത്തെ കുപ്പികളിലത്തെ കുപ്പി ഒരു കളക്ഷൻ പോലെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സംഭവം ഉണ്ടല്ലോ സ്റ്റാൻഡ്, അപ്പോൾ അതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനാകെ അങ്ങനെ ഒരു സിൽവറാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ക്യൂടെക്സും സാധനങ്ങളൊക്കെ വീണ്ടും അതിലേക്ക് തന്നെ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഹെയർ സീറംസ്, പാദസരങ്ങൾ, ഹെയർ ബാൻഡ്സ്, ബോഡി സ്പ്രേ, നെയിൽ റിമൂവർ, പിന്നെ സ്ക്രബ്ബർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബഡ്സ് അങ്ങനെയൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. ടേബിൾ ഇതേ ഫൈനലി നല്ല നീറ്റായിട്ട് എടുക്കുന്നുണ്ട്. ആ 2 പെട്ടി എന്ന് പറയുന്നത് പഴയ കമ്പലുകളും സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഡീപ്പ് ക്ലീൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, അളമാരിയുടെ മുകളിലും ഫാനും ഒക്കെ വൃത്തിയാക്കണം. ഫാൻ വൃത്തിയാക്കി വന്നതിൻ്റെ ഇടയിൽ ഫാനുമത്തെ തൊലിയൊക്കെ പൊളിഞ്ഞു പോയി. അതായത് ഫാനിൻ്റെ കളറൊക്കെ പോയി. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ ഗോൾഡ് കളറുള്ള സ്പ്രേ പെയിൻ്റ് ഇല്ലേ, അതിരിക്കുന്നുണ്ടായിരുന്നു. അത് അടിച്ചു കൊടുത്തുട്ട് ആകെ. അപ്പോൾ ഇതാ കണ്ട സ്വർണ്ണ കളറുള്ള നമ്മുടെ എന്താ പറയുക ഫാനായി. ഇനി രാജകീയ പ്രൗഢിയിൽ ഈ ഫാനിൻ്റെ കാറ്റും കണ്ട് നമുക്ക് കിടന്നുറങ്ങാം. അപ്പോൾ ഇതാണ് ഫാനിന് ഞാൻ ആക്കിയത്. അപ്പോൾ നമ്മൾ കുട്ടികളുള്ള വീടായ കാരണമുണ്ട്, ശ്രീകുട്ടൻ ഉള്ള വീടായ കാരണം തന്നെ ഒരുപാട് സാധനങ്ങൾ അവൻ വലിച്ചു വാരിയിടും. അവൻ്റെ കളിക്കോപ്പുകളുടെ ടോയ്സിൻ്റെ കവറും സാധനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതുപോലെ തന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ എടുത്ത് കത്തിച്ച് കളയാറുള്ളത്. പ്ലാസ്റ്റിക് കത്തിക്കാറില്ല കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ടോയെന്നില്ല. പ്ലാസ്റ്റിക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ, മാസം 30 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ റൂം റെഡി ആയിട്ടുണ്ട്. അവിടെ കിടക്കുന്ന തുണികൾ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഇത്തിരി നേരമൊക്കെ ഇട്ടിട്ട് വീണ്ടും അളമാരിയിലേക്ക് മടക്കി വെക്കില്ല. അത് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഇട്ടിട്ട് മുഷിയുമ്പോഴാണ് നമ്മൾ മടക്കി വയ്ക്കുകയുള്ളൂ. അളമാരിയിൽ നല്ല തുണികളല്ലേ, നല്ല തുണികളുടെ കൂടെ മുഷിഞ്ഞ തുണികൾ അല്ലെങ്കിൽ ഒരു വട്ടം ഇട്ട തുണികൾ നമ്മൾ ഇടാറില്ല കേട്ടോ, അമ്പലത്തേക്കൊക്കെ പോകേണ്ട കാരണം കൊണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻ്റ് അടിച്ച റൂം എന്ന് പറയുന്നത്. അപ്പോൾ പെയിൻ്റ് അടിച്ച റൂമിൽ ഈ സാധനങ്ങളൊക്കെ അടക്കി പറക്കി വെച്ചു. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ നമ്മൾ അന്ന് പുൽക്കൂട് ഉണ്ടാക്കിയില്ലേ, അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കിയതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കടയിലൊരു പുതിയ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ബെഡ് വേണമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ബെഡ് എടുത്ത് കൊണ്ടുപോയി നമ്മുടെ പുതിയ ചേട്ടന് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് എന്താ പറയുക കിടക്കാഴ്ചയാക്കി ഇടുകയാണ് അതിനെ. അപ്പോൾ നമ്മൾ ആ റൂമും അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി ഇടുക തന്നെയാണ്. അതിൽ എന്നും ചെയ്യുന്ന കാരണം കൊണ്ട് പ്രത്യേകിച്ച് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുറച്ച് വേസ്റ്റ് ആ റൂമിൽ ഇരുന്നിട്ടാണ് യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ അവിടെയുള്ള വേസ്റ്റുകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീകുട്ടൻ അപ്പം നിന്ന് നട്ടാപറ വെയിലത്ത് നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോളൊന്ന് വൃത്തിയാക്കണം. ഹോളിൽ ആ കട്ടിൽ നമ്മൾ അന്ന് റൂം പെയിൻ്റ് അടിച്ചപ്പോൾ ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് കേട്ടോ. പിന്നെ മാറാമ്പല അതന്നെയല്ലേ പറയുക, മാറാല, എന്തോ ആ സംഭവം അടിക്കുക. അതുപോലെ നമ്മൾ ഷെൽഫുകൾ നന്നായിട്ട് വൃത്തിയാക്കി ഇടുക. ചില്ലുകൾ എപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി, അല്ലെങ്കിൽ പേപ്പർ കൊണ്ട് തുടയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി പളപള മിന്നാൻ കാരണമായിട്ടുണ്ടാവുക. അപ്പോൾ ഫോട്ടോസുകളൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലത്തെ പൊടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് കഴുകുക. അത് നമ്മുടെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടണാണ് കേട്ടോ. അത് ഞാനിപ്പോൾ നമ്മുടെ റൂമിൽ കൊണ്ട് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയിൽ, ഷെൽഫുകളൊക്കെ നന്നായിട്ട് വൃത്തിയിൽ വയ്ക്കുക കണ്ടോ. അപ്പോൾ നല്ല ഷെൽഫുകളൊക്കെ വൃത്തിയാക്കി ഇടുക. പിന്നെ അത് അച്ഛനമ്മയ്ക്കും വിളക്ക് വയ്ക്കുന്ന ഷെൽഫാണ്. അച്ഛനമ്മയ്ക്കും വിളക്ക് വയ്ക്കുന്ന ഷെൽഫിൽ നമ്മുടെ രാമായണവും ബൈബിളും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ ഓട്ടുപാത്രങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക.
പിന്നെ ഈ വേസ്റ്റ് എന്ന് പറയണത് ഇത് നമ്മുടെ ഓരോ ഞാൻ യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതും ഇതൊക്കെ ഉണ്ടാക്കില്ല, അതിൻ്റെ വേസ്റ്റുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറക്കി കൂട്ടി കത്തിക്കുകയാണ് ചെയ്യുക. പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കൊടുത്തു വിടും, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കത്തിച്ച് കളയും. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല അകത്ത്, കാരണം ഇതൊക്കെ ഇവിടെയൊക്കെ എന്നും നമ്മൾ വൃത്തിയാക്കി ഇടുന്നതല്ലേ. അപ്പോൾ സാധാരണ പോലെ തന്നെ അടിച്ചു വാരി വൃത്തിയാക്കി ഇടുക. അപ്പോൾ ഇതാണ് 2 ഷെൽഫ് എന്ന് പറയണത്. രണ്ടും നല്ല കിടക്കാഴ്ച ചെയ്യുക. വീട്ടിലത്തെ ഉള്ളിലത്തെ പണികളൊക്കെ ഏകദേശം നമ്മുടെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ജനലകളൊക്കെ തുടയ്ക്കുക, അതും ഇതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അടിച്ചു കൊടുത്തിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പളപളാന്ന് തിളങ്ങും. അതുപോലെ അതിൻ്റെ ജനലയുടെ ചുറ്റുമുള്ള ഫ്രെയിമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കുക കേട്ടോ. പിന്നെ എല്ലാം നമ്മളെന്തായാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യല്ലേ, അപ്പോൾ ഒരു ഭാഗം പോലും വിട്ട് കളയണ്ട. ഞാൻ ടെറസിൻ്റെ മുകളിൽ വൃത്തിയാക്കണത് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ചേച്ചിയുടെ ഒപ്പം ഞങ്ങൾ ക്ലീനിങ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ക്ലീൻ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ വീടിൻ്റെ ഉള്ളും റൂമുകളൊക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ ടെറസിൻ്റെ മുകളിലും വൃത്തിയാക്കിയിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ പുറത്തേക്കുള്ള പണികളാണ്, അതായത് നമ്മുടെ ഈ ചവിട്ടികളില്ലേ ആ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാം. പിന്നെ കിണറിൻ്റെ ഉള്ളിൽ ചപ്പ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, നിറച്ച് ചെടി. തൊണ്ടി എന്ന് പറയും, തൊണ്ടിയാണ് ആ ചെടിയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ആ ചെടീനെ തന്നെ പറയാ പേര്. അപ്പോൾ ആ തൊണ്ടി ഇത് അച്ഛനാണ് എനിക്ക് വെട്ടിത്തരാറുള്ളത്. 2-3 മാസം കൂടുമ്പോൾ അച്ഛൻ വന്ന് വെട്ടിക്കളയാണ് ചെയ്യാറ്. പക്ഷേ ഇപ്പം അച്ഛന് ഭയങ്കര മുട്ടുവേദനയാണ്. അപ്പോൾ അച്ഛൻ അത് വൃത്തിയാക്കാൻ അച്ഛനെ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ എത്താവുന്നിടത്തോളം അത് വൃത്തിയാക്കി ഇടാമെന്ന്. അല്ലെങ്കിൽ ആ ചപ്പ് മുഴുവൻ കിണറിൻ്റെ വെള്ളത്തിലേക്കല്ലേ പോണത്. അപ്പോൾ അത് കുറച്ച് ദിവസമായി വിചാരിക്കണു അതിങ്ങനെ ചെയ്തിടണം. പിന്നെ എനിക്ക് പേടിയായ കാരണം കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ചിലപ്പോൾ എങ്ങാനും ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്യുന്ന നേരത്ത് ഇടിഞ്ഞ് പൊളിഞ്ഞ ഭയങ്കര ആഴത്തിലാണ് ആ കിണറുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പണിയാവല്ലോ ഈശ്വരാന്ന് പേടിച്ചിട്ട് ഞാൻ ആ വശത്തേക്ക് പോകാറില്ല അധികം. അപ്പോൾ ഇത് നമ്മുടെ ഇരുമ്പമ്പുളി മുരിങ്ങക്കായ് അങ്ങനെ നിറയെ ഉണ്ടായിട്ടുണ്ട് കണ്ട. ഈ മുരിങ്ങയെന്നാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൽ മുരിങ്ങക്കായ പൊട്ടാൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ കുറച്ച് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. നമ്മൾ അലക്കുകല്ലിൻ്റെ അവിടെ നിന്നൊക്കെ കുറേ പുല്ല് മുളയ്ക്കും, ആ വെള്ളമൊക്കെ വീണിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി മുറ്റമൊക്കെ ഒന്ന് നല്ല കിടക്കാഴ്ചയാക്കി എടുത്തു. പിന്നെ കുറേ കാര്യങ്ങൾ ഇതിപ്പോൾ പനിക്കൂർക്കയും മറ്റേ നീലബൃങ്കാതി എല്ലാം എന്താ പറയുക കഞ്ഞുണ്ണിയുടെ ഇതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ചെടിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ ചെടിയൊന്നും നോക്കാൻ സമയമില്ല. നമ്മുടെ കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരെ നമ്മൾ സമയത്തിന് പറ്റണില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ പുല്ലൊക്കെ പറിച്ച് കളയാണ്, ഗ്ലൗസ് ഇട്ടിട്ടാണ് പറിച്ച് കളയുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറേ ഇരുന്ന് പറിച്ചപ്പോൾ നഖത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയപ്പോൾ വേദന എടുത്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ഇതുപോലെ ഓരോന്ന് പറിച്ചു വന്നു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായിരുന്നത്, നമ്മുടെ ഭാഗ്യം വന്നിട്ട് ഞാൻ 10 പുല്ല് പറിക്കുമ്പോൾ 2 സെൻറ്റ് ഭൂമിയിലത്തെ പുല്ല് ഭാഗ്യം ചെത്തിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കാരണം കൊണ്ട് ഏട്ടൻ വന്ന കാരണം കൊണ്ട് അത് പെട്ടെന്ന് തന്നെ ചെയ്ത് തന്നു. ആള് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു തന്നു. കാരണം ഈ പുല്ലുകൾ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നേ, കൈ കൊണ്ട് വലിക്കാനും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ കിടക്കാച്ചി മുറ്റായിട്ടുണ്ട്. നമുക്ക് ചെറിയ മുറ്റാണുള്ളത്, വലിയ ആഡംബരമായിട്ടുള്ള മുറ്റൊന്നുമില്ല. ചെടികളൊക്കെ വെക്കാനായിട്ട് ഇവിടെ ആണെങ്കിൽ മറ്റേ കാടക്കണ്ണം പോലത്തെ കല്ലില്ലേ, ഇങ്ങനെ പാറയല്ല വേറൊരു തരത്തിലുള്ള കല്ലില്ലേ, അതാണ് ഇവിടെ. ചെടികൾ വെച്ചാൽ പിടിക്കൂല. ഞാൻ തുളസിയൊക്കെ വെക്കുക, ഏതെങ്കിലും മണ്ണൊക്കെ ഇട്ടിട്ടാണ് തുളസിയൊക്കെ വെക്കാറ്. അപ്പോൾ 4 സൈഡും വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ നമ്മുടെ കാർ പോർച്ച് വൃത്തിയാക്കണ പരിപാടിയാണുള്ളത്. അപ്പോൾ കാർ പോർച്ചും വൃത്തിയാക്കി 4 സൈഡിൽ അടിച്ചുമൊക്കെ വാരി കഴിഞ്ഞിട്ട് കാർ പോർച്ച് വൃത്തിയാക്കിയാൽ നമ്മുടെ ശ്രീകുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. നമ്മുടെ വീട്ടിലത്തെ എന്താ പറയുക, വീട്ടിലത്തെ ഐശ്വര്യം വീട്ടമ്മമാരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുന്നതാണ് പറയാറ്. അത് കാരണം കൊണ്ട് ഞാൻ ഒരു സ്ഥലവും വിട്ടില്ല, എല്ലാം അവിടെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ വൃത്തിയാക്കിയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ വൃത്തിയാക്കിയിട്ടതൊക്കെ. അപ്പോൾ ശ്രീകുട്ടൻ്റെ പിന്നാലെ നിന്ന് അടിച്ചു വാരലും പരിപാടികളും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആൾക്ക് സങ്കടം വരുള്ളൂ. അത് കാരണം ഞാൻ വിചാരിക്കും ആ കൂടെ ചെയ്തോട്ടെ എന്ന്, അതൊരു സന്തോഷമല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെയായിട്ടൊരു സപ്പോർട്ടന്മാരുണ്ട്, അത് എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ, നിറയെ സപ്പോർട്ട് ഉണ്ടാവും. അത് തിന്നാനായിട്ട് എപ്പോഴും കിളികളും വവ്വാലും ഒക്കെ ഉണ്ടാവും. കാലത്ത് എനിക്കിപ്പോൾ സപ്പോർട്ട ചിലപ്പോഴൊക്കെ ഇങ്ങനെ താഴെ വീണ് കിടക്കുന്നതും കാണാം. കണ്ടോ, ഇതാണ് നമ്മുടെ സപ്പോർട്ട മരം.
പിന്നെ മുറ്റം അടിച്ചു വാരലുണ്ടായിരുന്നു. ഈ അടിച്ചു വാരൽ എന്നുള്ള പ്രക്രിയയാണല്ലോ. പിന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നല്ല കാറ്റിൻ്റെ സമയമാണ് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഒരുപാട് ചപ്പ് വീഴും. ഈ ചപ്പ് മുഴുവൻ, ഈ ചപ്പ് ചവറ് മുഴുവൻ നമ്മുടെ സപ്പോട്ട മരത്തിൻ്റെ ഇലയുടെയാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ്റെ കളി സാധനങ്ങളും, ശ്രീകുട്ടന് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, കളി സാധനങ്ങളൊക്കെ എപ്പോഴും വീണ് നമ്മുടെ മുറ്റത്തൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നമ്മൾ അങ്ങനെ ചെയറൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ വീട്ടിൽ അങ്ങനെ ആരും വരാറുമില്ല, വന്നാലും സിറ്റ് ഔട്ടിൽ ഇരിക്കാറുമില്ല, എല്ലാവരും അകത്തേക്ക് കയറി പോവുകയാണ് ചെയ്യുക. പക്ഷെ അവിടെ അങ്ങനെ എപ്പോഴും ഈ മരമുള്ള കാരണം കൊണ്ട് എപ്പോഴും കിളികളുണ്ടാകുമ്പോൾ കിളികളൊക്കെ കഷ്ടിച്ചിടാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാ മാസം ഒന്നൊരച്ച് വൃത്തിയാക്കി കഴുകി വെക്കും. അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത് ബാത്റൂം കഴുകലാണ്. എല്ലാ വീട്ടമ്മമാരും ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നൊരു പരിപാടിയായിരിക്കും ബാത്റൂം കഴുകുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു 3 ബാത്റൂമുണ്ട്. 2 റൂമുള്ളൂ ആകെ. 2 റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. പിന്നെ പുറത്തൊരു ബാത്റൂമുണ്ട്. ഇതാണ് ഒരു ബാത്റൂം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പെയിൻ്റ് അടിച്ച റൂമിലുള്ള ബാത്റൂമാണ്. അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിൽ നിൽക്കുകയാണ്. ഇതാണ് 2ാമത്തെ ബാത്റൂം എന്ന് പറയുന്നത്. ഇത് അങ്ങനെ വലിയ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. യൂറിനേറ്റ് ചെയ്യാൻ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. വൈകുന്നേരം ആ റൂമിൽ കിടക്കുന്നത് ആരാണോ അവരാണ് അത് യൂസ് ചെയ്യാറ്. അപ്പോൾ അതിൽ വലിയ പരിപാടിയൊന്നും ആയിട്ട് വരില്ല. പിന്നെ ഒരെണ്ണം ഉള്ളത് പുറത്താണ്. അപ്പോൾ പുറത്തുള്ളതിന് അത്യാവശ്യം നല്ല പണികൾ വരാറുണ്ട്. കാരണം നമ്മൾ എവിടേക്കെങ്കിലും മരണാവശ്യങ്ങൾക്കൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ ആ ബാത്റൂമിൽ കയറി കുളിച്ചിട്ടാണ് അകത്തേക്ക് കയറുക. അതുകൊണ്ട് അത് എപ്പോഴും, അല്ലെങ്കിൽ പിന്നെ ശ്രീകുട്ടൻ കളിയൊക്കെ കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതും അവിടെയാണ്. അപ്പോൾ അത് ഏകദേശം വൃത്തികേടാവാറുണ്ട്. അത് നന്നായിട്ട് കഴുകി ഇടണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ കഴുകി ഇടാൻ മറക്കരുത്. അല്ലെങ്കിൽ കഴുകിയിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ വെള്ളം ഒന്ന് അടിച്ചു വാരിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിടുകയാണെങ്കിൽ നല്ലൊരു തണുപ്പ് കിട്ടും നമ്മുടെ വീടിന്. അപ്പോൾ ഇത്രയൊക്കെയാണുള്ളത്. നമ്മുടെ ക്ലീനിങ് സെക്ഷൻ പൂർത്തിയായി. വീട് മൊത്തം അതിഗംഭീരമായി വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ. നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം വൃത്തിയാക്കി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് മെയിൽ അയച്ചു, ഫോട്ടോസൊക്കെ അയച്ചു തന്നു. ചേച്ചി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തു, അടുക്കള ക്ലീൻ ചെയ്തു, ഇനിയിപ്പോൾ ഇതും കൂടി കഴിയുമ്പോൾ ഫുള്ള് വീട് തന്നെ ക്ലീൻ ചെയ്ത് എന്താ പറയുക, ഭർത്താക്കന്മാർ നിങ്ങളെ അഭിനന്ദിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, അമ്മായിയമ്മയൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ശ്രീജ.